ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവന്തിക ധനുഷിന്റെ മുറിയിലേക്ക് പോവുകയും ധനുഷിനെ അടിക്കുകയും വളരെ ദേഷ്യത്തോടെ ധനുഷിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ധനുഷ് ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾക്കിടയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന്. അവന്തിക ധനുഷിനോട് പറയുന്നുണ്ട്, നീ എന്നോട് പറഞ്ഞത് അവളെ നീ വിവാഹം കഴിച്ചത് എൻ്റെ ലക്ഷ്യം നിറവേറ്റാനായിരുന്നെന്ന്. നീ ഇതൊക്കെ മറന്നുപോയോ? നീ അവളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എൻ്റെ കൈകൊണ്ട് ഞാൻ നിന്നെ തീർക്കും. ധനുഷ് വിചാരിക്കുന്നു ഇവളാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവരുള്ള കാര്യം തന്നെ ഇവള് മറന്നു പോകും. അങ്ങനെ ആരെങ്കിലും ഇവള് പറയുന്നത് കേട്ടാൽ ഞാനും സ്നേഹയും തമ്മിലുള്ള ജീവിതം നശിച്ചു പോകും. നീ എന്താ ആലോചിക്കുന്നത്? എന്നെ എങ്ങനെ പറഞ്ഞു പറ്റിക്കാമെന്നാണോ എന്നെ അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു, ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. സ്നേഹ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞത് സത്യമാണ്. എനിക്കത് വിശ്വസിക്കാമല്ലോ അല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ വിശ്വസിക്കാമെന്ന് ധനുഷ്. എന്നാൽ ഇതേ സമയം അർച്ചന ധനുഷിന്റെ അരികിലേക്ക് വന്നതായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോഴാണ് ഇവരുടെ സംസാരം അർച്ചന കേൾക്കുന്നത്. അവന്തികയും ധനുഷും കൈ കൊടുക്കുന്നു. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാണ്. ഇതിലെന്തെങ്കിലും മാറ്റം വന്നാൽ പിന്നെ ഈ നെല്ലിശ്ശേരി വീട്ടിൽ കേൾക്കുന്നത് നിന്റെ മരണവാർത്തയായിരിക്കും. അത് നീ മറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്തിക പോകുന്നു. പെട്ടെന്ന് തന്നെ അർച്ചന മാറി നിൽക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ നിന്ന് പഴയതൊന്നും പോയിട്ടില്ല. സ്നേഹ ഒന്ന് ഛർദ്ദിച്ചപ്പോൾ അവൾ ഇത്രയും ഉണ്ടാക്കിയെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹ പ്രഗ്നന്റ് ആയാൾ ഇവൾ എന്തൊക്കെ ചെയ്യും? അർച്ചനയുടെ മുറിയിലേക്ക് പോകുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള കാരണം എന്നൊക്കെ അർച്ചന വിചാരിക്കുന്നുണ്ട്. പിന്നെ സ്നേഹയും ധനുഷും തമ്മിലുള്ള ആ സ്നേഹത്തെ പറ്റി ഓർക്കുന്നു. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ. അതോ ഇനിയിപ്പോ ഇവന്റെ അഭിനയമാണോ ഇതൊക്കെ? എന്തിനാണ് ധനുഷ് അവന്തികയുടെ അടുത്തേക്ക് കൈ കൊടുത്തത്? ഇനിയിപ്പോൾ അവർ തന്നെ ആയിരിക്കും ഇതിനെല്ലാം പിന്നിൽ. അവർ രണ്ടുപേരെയും പലയിടങ്ങളിൽ വെച്ച് പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. ധനുഷും സ്നേഹയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് കൈ കൊടുക്കുന്നു. പക്ഷേ എടുത്തി അവനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണ്. അവർ തമ്മിൽ കണ്ട കാര്യങ്ങളെല്ലാം അർച്ചന ഇപ്പോൾ ഓർക്കുന്നു. ഇതിന് പിന്നിലെ കാരണം എന്തായാലും അത് കണ്ടുപിടിക്കണം. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ അത് അത്യാവശ്യമാണെന്നും അർച്ചന ഓർത്തു നിൽക്കുമ്പോൾ സച്ചി അവിടേക്ക് വന്നു. താൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. കാര്യം കുറച്ച് ഗൗരവമുള്ളതാണെന്ന് അർച്ചന. എന്താ അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു മാറ്റം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് സച്ചിയേട്ടനും കൂടി അറിയേണ്ട കാര്യമാണ്. ധനുഷും സ്നേഹയും ഇതുവരെ അവരുടെ ജീവിതം തുടങ്ങിയിട്ടില്ല. അവർ തമ്മിൽ ഇതുവരെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ അർച്ചന കാര്യങ്ങളെല്ലാം സച്ചിയോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം സച്ചി പറയുന്നു, താൻ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ. രാത്രിയായാലും പകലായാലും അപ്രതീക്ഷിതമായി ഒരു കാറ്റടിച്ചാൽ പോലും ഈ ഭൂമിയിൽ അതിനൊരു കാരണമുണ്ടാകും. അതുപോലെ ഇതിനും ഒരു കാരണമുണ്ടാകും, അത് ഉറപ്പാണെന്നും സച്ചിയേട്ടാ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അന്ന് ധനുഷിന്റെ കാര്യം അന്വേഷിച്ചിറങ്ങിയ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ടിനെ കണ്ട കാര്യം ഓർത്തില്ലായിരുന്നോ? അവന്റെ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. അവനെ ഒന്നുകൂടി ഒന്ന് കാണണം. അവർ തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എങ്ങനെ ഇപ്പോൾ അവളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും. ആ കാരണത്തിലേക്കുള്ള വഴി തുറക്കാൻ അവൻ്റെ ആ കൂട്ടുകാരന് സാധിക്കും. ഇതേസമയം സൂരജിനെ കാണുകയാണ് അർച്ചന. ധനുഷിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് സൂരജ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. അക്കാലത്ത് ധനുഷിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ഞാൻ അന്വേഷിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് ധനുഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നോ എന്നാണ്. ഇപ്പോഴും അവനെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്ന് സൂരജ് ചോദിച്ചു. അങ്ങനെ ഭീഷണിയില്ല. പഴയതിൽ നിന്നും ധനുഷ് കുറേയേറെ മാറിയിട്ടുണ്ട്. പക്ഷേ സംശയമൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് അർച്ചന പറയുന്നുണ്ട്. ഇടയ്ക്ക് അവന് ഏതോ ഒരു പെണ്ണുമായി ബന്ധമുണ്ട് എന്നറിയാം. അവന്തികയുടെ ഫോട്ടോ അർച്ചന കാണിക്കുന്നുണ്ട് സൂരജിനെ. ഇതാണോ ആ സ്ത്രീ എന്ന് ചോദിക്കുന്നു. ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധമെന്ന് അർച്ചന ചോദിക്കുന്നു. പ്രേമമായിരുന്നോ അത് വെറും സൗഹൃദമായിരുന്നോ എന്ന് അർച്ചന ചോദിച്ചു. വീട്ടിൽ അവൻ്റെ ലൈഫിൽ ഒരു വലിയ ഇഷ്യൂസ് ഉണ്ടായി. ഒരു പ്രശ്നത്തിൽ അവൻ അകപ്പെട്ടു. അന്ന് അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ പെൺകുട്ടിയാണ്. അങ്ങനെയായിരുന്നു ആ ബന്ധത്തിൻ്റെ തുടക്കം. പിന്നീട് അവർ തമ്മിൽ വലിയ ബന്ധമുണ്ടായി. അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്നാണ് ആ കാലത്ത് ഞങ്ങൾ എല്ലാവരും കേട്ടത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ആ സ്ത്രീയെ കണ്ടിട്ടില്ല എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല. അവരുടെ പേര് ഓർമ്മയുണ്ടോ? അവന്തിക എന്നാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സൂരജ് പറയുന്നു, അത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനും ധനുഷും തമ്മിൽ അത്ര അടുത്ത ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. കാര്യം അറിയാവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ച ഈ ഫോട്ടോയിലെ സ്ത്രീയെ താങ്കൾ ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് അർച്ചന പറയുമ്പോൾ സൂരജ് പറയുന്നു, ഇല്ല, ഇങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർമ്മയില്ല.
ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അന്ന് ധനുഷിന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അർച്ചന ചോദിച്ചു. ധനുഷിന്റെ അങ്ങനെ ക്ലോസ് ആയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഒരു ചിരിയോടെയാണ് സൂരജ് പറയുന്നത്. അവന്റെ ആവശ്യത്തിനൊത്ത ഒത്ത ഫ്രണ്ട്സിനൊപ്പം നടക്കുന്നതായിരുന്നു അവന്റെ ശീലം. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ് എന്ന് സൂരജ് ചോദിക്കുന്നു. അതൊന്നുമില്ല. ധനുഷ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിനെ വിവാഹം ചെയ്തു. ഞങ്ങളുടെ കമ്പനിയിൽ തന്നെയുണ്ട് ഇപ്പോൾ ജോലിയും. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ്. ധനുഷിന്റെ ലൈഫിനെ ഇപ്പോഴും ആ പഴയ സ്ത്രീ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അവർ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ സംശയം തീർക്കാൻ പറ്റൂ. ആ സ്ത്രീയുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ സൂരജ് ഒന്ന് അറിയിക്കേ എന്ന് അർച്ചന. തീർച്ചയായിട്ടും ധനുഷിനോട് അടുപ്പമുള്ള മറ്റാരെങ്കിലും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാമെന്ന് സൂരജ് പറയുന്നു. അങ്ങനെ അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അവന്തികയുടെ അരികിലേക്ക് അർച്ചന വന്നു. ഇവർ തന്നെയായിരിക്കോ സൂരജ് പറഞ്ഞ ആ പെണ്ണ്? ആണെങ്കിൽ അതെങ്ങനെ തെളിയിക്കും? എന്തായാലും നേരിട്ട് ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ ചോദിച്ചാൽ സത്യം പറയില്ല. പിന്നെ എന്ത് ചെയ്യും എന്ന് അർച്ചന ആലോചിക്കുന്നു. വഴിയുണ്ട്. ഇവരെ പരമാവധി പ്രൊവോക്ക് ചെയ്യണം. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞതായി പറയണം. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇവരെന്തായാലും പ്രതികരിക്കും. അതിൽ നിന്നും യഥാർത്ഥ സത്യം അറിയാൻ സാധിക്കുമെന്നും അർച്ചന വിചാരിക്കുകയും അവന്തികയുടെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നു. നീ എന്താ പിന്നിൽ വന്ന് നിന്ന് പേടിപ്പിക്കുകയാണോ എന്ന് അവന്തിക ചോദിച്ചു. ആരെങ്കിലും പേടിപ്പിച്ചാൽ ഉടനെ പേടിക്കുന്ന ആളല്ലല്ലോ നിങ്ങൾ. മറ്റു പലരെയും പേടിപ്പിക്കുന്ന ആളല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, മനസ്സിലായില്ല? കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് അറിഞ്ഞു. സ്നേഹിക്കും ധനുഷിനും ഇടയിൽ നിങ്ങൾ ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇപ്പോ നിങ്ങളുടെ മുഖത്തുണ്ടായ ഞെട്ടലുണ്ടല്ലോ, അത് മാത്രം മതി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാം. അവന്തിക പറയുന്നുണ്ട്, നീ പുച്ചിമ്പയും പറയാതെ നിന്റെ ജോലി നോക്കുപോയി. നീ എൻ്റെ പിന്നാലെ വന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ പ്രതികരിക്കുമെന്നാണോ നീ വിചാരിച്ചത്? നീ മനസ്സിൽ കാണുമ്പോൾ അത് മാനത്തെ കാണാൻ എനിക്കറിയാം. ഇത് തന്നെയാണ് സൂരജും പറഞ്ഞത് എന്ന അർച്ചന. സൂരജോ? ഏത് സൂരജ് എന്ന അവന്തിക. ധനുഷിന്റെ സുഹൃത്ത്. അയാൾക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഏതോ ഒരു പെണ്ണുമായി ധനുഷിന് പ്രേമമുണ്ടായിരുന്നു പോലും. അവർ തമ്മിൽ കല്യാണം കഴിക്കുമെന്നാണ് സുഹൃത്തുക്കൾ വിചാരിച്ചത്. ആ പെണ്ണ് നിങ്ങളാണ് എന്നുള്ള സത്യവും സൂരജ് എന്നോട് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് ടെൻഷനാകുന്നുണ്ട്. കണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മുഖം മാറി. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് സത്യം അല്ലേ? ആണെങ്കിൽ എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പല അസമയത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അയാളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങും തൊടാതെയാണ് നിങ്ങൾ സംസാരിച്ചത്. ഇന്നിപ്പോൾ സൂരജ് പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഊഹം ശരിയാണ്. നിങ്ങളുടെ കാമുകനായിരുന്നു ധനുഷ്. അതുകൊണ്ടാണ് അവനെ നിങ്ങൾ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടുമാറി അവനിപ്പോൾ സ്നേഹയെ വിവാഹം കഴിച്ചു. അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന ഒരുത്തൻ പെട്ടെന്ന് കൈവിട്ടു പോയപ്പോൾ നിങ്ങളുടെ കൺട്രോൾ പോയി. അതുകൊണ്ടല്ലേ അവരിപ്പോഴും പൂർണ്ണമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയാതെ നടക്കുന്നത്. അവർക്കിടയിലെ പ്രശ്നം നിങ്ങളാണെന്ന് ധനുഷ് പറഞ്ഞിട്ടില്ലേ? സ്നേഹിക്കും കാര്യം അറിയില്ല. ഇപ്പോൾ എനിക്കെല്ലാം അറിയാം. അവന്തിക പറയുന്നു, അപ്പോൾ നീ എന്നെക്കുറിച്ച് എല്ലാം അന്വേഷണവും നടത്തിയല്ലേ? എന്നാലേ നീ കേട്ടത് പലതും ശരിയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ല, എന്താ നീ ഷോക്കേറ്റതുപോലെ നിൽക്കുന്നത്? നിനക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യണ്ടേ? ഇനിയുണ്ട് ഞങ്ങൾക്കിടയിൽ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ. അതൊന്നും അന്വേഷിച്ച് നീ വേറെ എങ്ങോട്ട് പോണ്ട. എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തന്നെ പറഞ്ഞു തരില്ല. അവനെ കണ്ടെത്തിയത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത് നിന്നാണ്. അവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തി വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇപ്പോൾ അവൻ എൻ്റെ മുകളിലേക്ക് വല്ലാതെ അങ്ങ് പടർന്ന് പന്തലിച്ചു പോയി. അവൻ വിവാഹം കഴിച്ചത് എനിക്ക് തീരെ സഹിച്ചില്ല. അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ? എന്നിട്ടും അവൻ സ്നേഹയെ പ്രേമിച്ച് വിവാഹം കഴിച്ചെങ്കിൽ അവന് എന്നേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അവനെ എനിക്ക് മുകളിലേക്ക് വളരാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതുപോലെ അവരെ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ അവൻ നന്മയുടെ പ്രതിരൂപമായിട്ടാണല്ലോ നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത്. നിന്റെ മാത്രം മുന്നിലല്ല, സ്നേഹയുടെയും ഇവിടുത്തെ എല്ലാവരുടെയും മുന്നിൽ. പക്ഷെ എനിക്കറിയാം അവന് മാറാൻ കഴിയില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. സ്നേഹ അവനെ പൂർണ്ണമായും മാറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അവർ പൂർണ്ണമായും ഭാര്യ ഭർത്താക്കന്മാരായി നെല്ലിശ്ശേരിയിൽ ജീവിച്ചു തുടങ്ങും. തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. ഞാൻ അറിഞ്ഞതും കേട്ടതും എൻ്റെ മനസ്സിൽ തന്നെ അടക്കി വെക്കേണ്ടതാണ് എൻ്റെ ഇപ്പോഴത്തെ ശാപം. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ധനുഷിന്റെയും സ്നേഹിയുടെയും കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടലും ഇനി ഞാൻ സമ്മതിക്കില്ല.
നിങ്ങൾ തടസ്സപ്പെടുത്തിയ അവരുടെ ശാന്തി മുഹൂർത്തം ഉടൻ നടക്കും, ഞാനത് നടത്തും എന്ന് അർച്ചന പറയുമ്പോൾ എടി എന്ന് പറഞ്ഞ അവന്തിക അർച്ചനയുടെ കഴുത്തിന് പിടിക്കുകയാണ്. എന്റെ മുന്നിൽ ഇതും പറഞ്ഞുകൊണ്ട് വന്നാൽ നിന്നെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ആ സമയത്താണ് സ്നേഹ അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് അവന്തിക ആ കൈ എടുത്തോ. നിന്റെയും ധനുഷിന്റെയും കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നു, ഏട്ടത്തിയാണ് പറഞ്ഞെങ്കിലേ അതെന്തെങ്കിലും കുറ്റമായിരിക്കും. നീയും ധനുഷും തമ്മിൽ മരിച്ചാലും പിരിയാത്ത സ്നേഹമാണെന്ന് അർച്ചന പറയുന്നത്. എന്താ സംശയം? ഞാൻ കണ്ടെടുത്തോളം സ്നേഹയും ധനുഷും നല്ല സ്നേഹത്തിലാണ് അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, അതെ, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഫുൾ ടൈം എന്റെ കൂടെ ഇങ്ങനെ സ്നേഹിച്ചിരിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ഞാൻ ധനുഷിന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ധനുഷിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാവില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നു, എല്ലാ പുരുഷന്മാരുടെയും മാറ്റത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പറയുന്നത് വെറുതെ അല്ല മോളെ. അതെ, ഞാൻ ഏട്ടത്തെ അന്വേഷിച്ചു വന്നത് അത്യാവശ്യപ്പെട്ട ഒരു കാര്യം പറയാനാണെന്ന് സ്നേഹ അർച്ചനയോട് പറഞ്ഞു. എന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പറയാം എന്ന് പറഞ്ഞ അർച്ചനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സ്നേഹ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.